സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ. രാജാരവിവർമ്മ വരച്ച ഒരു ചിത്രത്തിന്റെ പേര് അതാ അച്ഛൻ വരുന്നു എന്നാണ്. അമ്മ മകനെ ഒക്കത്ത് വെച്ച് അതാ അച്ഛൻ വരുന്നു എന്നു കാണിക്കുന്ന മനോഹരമായ ചിത്രം. അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഓർമ്മ വരിക മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന വിഖ്യാത നോവലാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ മലയാളി മറക്കില്ല. ജയചന്ദ്രന്റെ ശബ്ദത്തിൽ അതിപ്പോഴുമുണ്ട്. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? അമ്മ എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഭാഷാശാസ്ത്രജ്ഞനായ AR രാജരാജവർമ്മ കേരള പാണിനീയത്തിൽ പറയുന്നത് സംസ്കൃത വാക്കായ അമ്പയിൽ നിന്നാണ് അമ്മയുണ്ടായത് എന്നാണ്. എന്നാൽ ചട്ടമ്പി സ്വാമികൾ പറയുന്നത് അമ്മ എന്നത് ദ്രാവിഡ വാക്കാണ് എന്നാണ്. ദ്രാവിഡ വാക്കായ അമ്മയിൽ നിന്നും സംസ്കൃതം അംബ എന്ന വാക്ക് കടം കൊണ്ടു എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ അഭിപ്രായം. ചട്ടമ്പി സ്വാമി മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഒരു കുഞ്ഞു ജനിച്ചയുടൻ പുറപ്പെടുവിക്കുന്ന ശബ്ദം ആ എന്ന കരച്ചിലാണ്. കരഞ്ഞതിനെ തുടർന്ന് വായ അടക്കുമ്പോൾ വരുന്ന സ്വരമാണ് മ. ഇതാവർത്തിക്കുമ്പോൾ അമ്മ എന്ന ശബ്ദമുണ്ടാകുന്നു. സാമൂഹ്യശാസ്ത്രകാരന്മാർ പറയുന്നത് കുഞ്ഞ് പാല് കുടിക്കാൻ വേണ്ടി പാൽ വലിച്ചെടുത്ത് ചുണ്ടുകൾ അടക്കുമ്പോൾ എന്ന ശബ്ദവും പാല് കുടിച്ചതിനു ശേഷം വീണ്ടും കുടിക്കാൻ വായ തുറക്കുമ്പോൾ ആ എന്ന ശബ്ദവും ചേരുമ്പോൾ അമ്മ എന്ന വാക്കു ജനിക്കുന്നു എന്നാണ്. അതായത് ആ അമ്മ എന്നുണ്ടാവുന്നു. ലോകത്ത് എല്ലായിടത്തും ഒരേപോലെയുള്ള ഒരേ ഒരു വാക്ക് അമ്മയാണെന്നത് ഈശ്വരീയമായതാവാം. യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അമ്മയെ മമ്മി എന്ന് വിളിക്കുന്നു. മം എന്ന ചുരുക്കം യൂറോ അമേരിക്കൻ പദമാണ്. ചൈനക്കാർ മാമി എന്നാണ് വിളിക്കുന്നത്. തമിഴന്മാർ തായ എന്ന് അമ്മയെ വിളിക്കുന്നു. ഒട്ടുമിക്ക മതങ്ങളും അമ്മയ്ക്ക് ദൈവതുല്യമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ഹിന്ദുമതത്തിലെ ശാക്തേയ സമ്പ്രദായം ആദിപരാശക്തി അമ്മ സങ്കല്പമാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എല്ലാം അമ്മ തന്നെയാണ്. യേശുദേവന്റെ മാതാവായ മറിയത്തെ ക്രിസ്തുമത വിശ്വാസികൾ പരിശുദ്ധ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശ്രീബുദ്ധന്റെ അമ്മ മായാദേവി ബുദ്ധമതക്കാരുടെ ആരാധ്യ ദേവതയാണ്. മലബാറിലെ തെയ്യങ്ങളിൽ ഭൂരിഭാഗവും അമ്മത്തെയ്യങ്ങളാണ്. ആധുനിക കാലഘട്ടത്തിൽ സാമൂഹ്യതലത്തിൽ അമ്മമാർ പലതരത്തിലുണ്ട്. ജൈവശാസ്ത്രപരമായി ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്ത് മുലപ്പാലൂട്ടുന്ന അമ്മയാണ് പെറ്റമ്മ. ആ അമ്മയേക്കാളും വലുതായി മറ്റൊരമ്മയും വരില്ല. ജീവജലം, അമൃതജലം തരുന്ന അമ്മ. ഓരോ തുള്ളി പാലും ജീവന്റെ അമൃത കണങ്ങളാണെന്ന് വളരുമ്പോൾ തിരിച്ചറിയുന്നു മക്കൾ. വളർത്തമ്മയാണ് മറ്റൊരു അമ്മ. പ്രസവിച്ചില്ലെങ്കിലും അമ്മയെപ്പോലെ സ്നേഹിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന അമ്മമാർ. ലോകത്തിലുള്ള സ്ത്രീകളെല്ലാം ഓരോ മനുഷ്യനും ഒരർത്ഥത്തിൽ വളർത്തമ്മയാണ്. അമ്മയെക്കുറിച്ച് എഴുതാത്തവരും പാടാത്തവരും പറയാത്തവരും ആരും ഇല്ല. ജനിച്ചു വീണയുടനെ പശുക്കിടാങ്ങൾ അമ്പേ എന്നുച്ചരിച്ചു തുള്ളിച്ചാടിപ്പോകുന്ന കിടാവിനെ അഭിമാനപൂർവ്വം നോക്കി ചെവിയാട്ടുന്ന അമ്മ പശുവിന്റെ ചിത്രം എത്ര സുന്ദരമാണ്. പ്രകൃതിയിലെ ഓരോ ജീവിയുടെയും അടിസ്ഥാന ശബ്ദം അമ്മയാണ്. അത് ആർദ്രവും ആദ്യന്തം സംഗീതമയവുമാണ്. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ പെരിയച്ചൂർ.